നമസ്കാരം. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടി വൈകുന്നേരം വീട്ടിൽ വന്ന് 26 നിലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. 15 വയസ്സുള്ള കുട്ടിയാണ്. മെഹർ മുഹമ്മദ് എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടിയുടെ അമ്മ വളരെ വേദനയോടുകൂടി ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും പരാതി നൽകുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ മെഹർ എന്ന കുട്ടി. ഈ കുട്ടി അതിക്രൂരമായ റാഗിങ്ങിന്, സഹപാഠികളുടെ അല്ലെങ്കിൽ സീനിയേഴ്സിന്റെ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ചില്ലറ റാഗിങ് അല്ല. കുട്ടിയെ കൊണ്ട് ടോയ്ലറ്റ് വരെ നാവ് കൊണ്ട് വൃത്തിയാക്കിച്ചു, ശാരീരികമായി ക്രൂരമായി ഉപദ്രവിച്ചു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവിടെ പ്രബുദ്ധ കേരളമാണ്. കേരളത്തിൽ സംസ്കൃതിയും വിദ്യാഭ്യാസ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ പേറുന്ന ധാരാളം വിദ്യാലയങ്ങളുണ്ട്. അത്യാധുനിക ഇന്റർനാഷണൽ വിദ്യാലയങ്ങളുമുണ്ട്. പേര് കേട്ടിട്ട് ഈ സ്കൂൾ അത്തരത്തിൽ ഒന്നാണെന്ന് തോന്നുന്നു. ഈ സ്കൂൾ അധികൃതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. ഇത് പോലീസിൽ പരാതിയായി നൽകിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു 15 വയസ്സുള്ള കുട്ടിയെ ഇത്തരം ക്രൂരമായി ശാരീരികവും മാനസികവുമായി സഹപാഠികളോ അല്ലെങ്കിൽ ആരായാലും ആ സ്കൂളിലെ ആരായാലും ചേർന്ന് പീഡിപ്പിക്കുമ്പോൾ, ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ സ്കൂൾ അധികൃതർ എവിടെ പോയി? ആ സ്കൂളിൽ CCTV ക്യാമറകൾ ഇല്ലേ? ആ സ്കൂള് ആരുടെ നിയന്ത്രണത്തിലാണ്? അല്ലെങ്കിൽ മാനേജ്മെന്റ് ആയാലും ഏത് മാനേജ്മെന്റ് ആയാലും അത് നിയന്ത്രിക്കുന്നത് ഈ ധനാഢ്യരായ ആളുകളുടെ മക്കളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണോ? നേരാവണ്ണമുള്ള വിദ്യാഭ്യാസമാണോ അവിടെ നടക്കുന്നത്? അവിടെ കുട്ടികൾക്ക് ഇതിനു മുൻപ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലുള്ള സ്വന്തം വസതിയിലെത്തി ഒന്നും മിണ്ടാതെ 26 നിലയുടെ മുകളിൽ കയറി ആ പയ്യൻ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. ആ അമ്മ വളരെ വേദനയോട് കൂടിയാണ് പത്രക്കുറിപ്പ് പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു മാതാവിന്റെ വേദന തീർച്ചയായിട്ടും അത് സമാനതകളില്ലാത്തത് തന്നെയാണ്. ഇത്തരം റാഗിംഗ് സംസ്കൃതി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പണ്ട് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ആയിരുന്നു ഇത്തരം റാഗിങ്ങും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ചെറു ക്ലാസ്സുകളിലേക്ക് പോലും ഈ റാഗിംഗ് സമ്പ്രദായം കടന്നെത്തുമ്പോൾ കോളേജുകളിലും ക്യാമ്പസുകളിലും അതുപോലെ സ്കൂളുകളിലുമൊക്കെ വിദ്യാർത്ഥികളും പെൺകുട്ടികളും വിദ്യാർത്ഥിനികളും ക്രൂരമായ റാഗിംഗ് പീഡനത്തിന് ഇരയാകുമ്പോൾ വേണ്ട രീതിയിൽ ശിക്ഷിക്കാത്തത് കൊണ്ടും പല സ്ഥാപന മേധാവിമാരും ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും ഇതിന് മാതൃകാപരമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടുമല്ലേ ഇത്തരം സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നത് അടിക്കടി. ആരായാലും ചോദിച്ചു പോകും. സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതൊരു വ്യക്തിയായാലും ചോദിച്ചു പോകും. ഒരു പാവം കുഞ്ഞാണ്, 15 വയസ്സേ ഉള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങൾ അവൻ കണ്ടു കാണും, അവന്റെ മാതാപിതാക്കൾ കണ്ടു കാണും. ആ സ്വപ്നങ്ങളൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആ കുട്ടി ജീവൻ എടുക്കണമെങ്കിൽ എത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും, ആ ശരീരം വേദനിച്ചിട്ടുണ്ടാകും. ഇതൊക്കെയാണോ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്? ഗ്ലോബൽ പബ്ലിക് സ്കൂളല്ല, ഏത് കൊടികെട്ടിയ സ്കൂളുകാരായാലും ഇതിനൊക്കെ എതിരെ നടപടിയെടുത്തില്ലെങ്കിൽ, ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ജനരോഷത്തിന് മുന്നിൽ സ്കൂൾ അധികൃതർ ഉത്തരം പറയേണ്ടി വരും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.